Assalamualaikum. Hello everyone. Welcome back to my channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. ചില ടൈമിൽ നമുക്ക് നമ്മളെ സ്പേസിനൊരു വലിയ മേക്ക് ഓവറൊക്കെ വേണമെന്ന് തോന്നും അല്ലേ? പക്ഷെ വലുതൊന്നും ആവണമെന്നില്ല. ചെറിയ ചേഞ്ചസിനും ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിന് ഒരു ഫ്രഷ് ലുക്ക് കൊടുക്കാൻ പോവാണ്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മേക്ക് ഓവറിലൂടെ. ചെറിയ അപ്ഡേറ്റ്സ് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് കിച്ചണിൽ മാറ്റണം എന്ന് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യം ഈ കൗണ്ടർ ടോപ്പാണ്. ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡേർട്ടും സ്പില്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. ലാസ്റ്റ് ഇയർ ഈ സെയിം ടൈമിലാണ് എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആ ടൈമിൽ നമ്മൾ റൂം മാറാനൊക്കെ ട്രൈ ചെയ്ത് പിന്നെ ലാസ്റ്റ് ടൈം ചില റീസൺ കൊണ്ട് അത് ക്യാൻസലായിപ്പോയി. ആ ടൈമിൽ റൂമിൽ ഫുള്ള് കോക്രോച്ച് അല്ലേനു. ഇവിടുത്തെ കോക്രോച്ച് ആണെങ്കിൽ നാട്ടിലെ പോലെ അല്ലല്ലോ, ചെറുതാണ് ഉണ്ടാവുക. ചിലതൊക്കെ ഉറുമ്പിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൗണ്ടർ ടോപ്പിൽ കോക്രോച്ച് ഉണ്ടെങ്കിലൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ. ഓൾറെഡി ബ്ലാക്ക് ഡോട്ട്സ് ഇതിൻ്റെ മുകളിലുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കോക്രോച്ച് ഒന്നും വന്നാൽ കാണാൻ പറ്റില്ല. ആ ടൈമിൽ പിന്നെ പെസ്റ്റ് കൺട്രോളൊക്കെ ചെയ്തിട്ട് മൊത്തം ക്ലീൻ ആക്കിയെടുത്ത്. അതിൻ്റെ ശേഷം എപ്പോഴും കൗണ്ടർ ടോപ്പിൽ നിന്ന് എന്ത് പണി ചെയ്യുമ്പോഴും നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എപ്പോഴും പേടിയാണ് കോക്രോച്ച് ഉണ്ടാവുമോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊരു ലൈറ്റർ സർഫസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ബ്രൈറ്റൺ അപ്പ് ആക്കുകയും ചെയ്യും, കൂടെ തന്നെ ക്ലീനായിട്ട് കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ അഡ്ഹസീവ് സ്റ്റിക്കർ നോക്കാമെന്ന് വിചാരിച്ചത്. ഈസിയാണ്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്. കൗണ്ടർ ടോപ്പ് റീപ്ലേസ് ചെയ്യാണ്ട് തന്നെ ഒരു ഫ്രഷ് ലുക്ക് കിട്ടും. എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല, പക്ഷെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിച്ചു. അഡ്ഹസീവ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആകുമ്പം നമ്മൾ സ്പേസ് ട്രാൻസ്ഫോം ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ ചെറിയ ചേഞ്ചസ് വരുത്തുന്ന വലിയ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനൊക്കെ ആണ്. ഞാൻ ജസ്റ്റ് 16 ദിർഹത്തിന് വാങ്ങിയൊരു റോളാണത്. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ലതാണ്. പിന്നെ എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് മാത്രമാണ് നെക്സ്റ്റ് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ 16 ദിർഹത്തിൻ്റെതായതുകൊണ്ട് തന്നെ നമുക്കൊരു 6 മാസം നിന്നാലും അത്രയും ഉപകാരമൊന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ക്ലീനായിട്ട് ബബിൾസ് ഒന്നും കൂടാതെ ഒട്ടിക്കുക എന്നുള്ളതാണ്. അതിന് കറക്റ്റായിട്ട് ഞാൻ ആദ്യം മെഷർമെൻ്റൊക്കെ എടുത്ത് ഒരു ബുക്കിൽ ലേ ഔട്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നാലും ചെറിയ മിസ്റ്റേക്സൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് ശരിക്കും ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ ആയി. ഏതെങ്കിലും ഒരു വീക്കെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നീണ്ടു പോയത്. വീക്കെൻഡുകളിൽ പല തിരക്കുകളായിട്ട് അങ്ങനെ ടൈം അങ്ങ് പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സൈഡ് ഇന്ന് ട്രൈ ചെയ്യാമെന്ന്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള അഡ്ഹസീവ് വാൾ പേപ്പർ കുറച്ചും കൂടി തിന്നായിട്ടുള്ള പേപ്പർ പോലത്തെ ഒരു ഐറ്റമായിരുന്നു. ഇത് അങ്ങനല്ല, ഇത് കുറച്ചും കൂടെ കട്ടിയിൽ തെർമോക്കോളിൻ്റെ മുകളിലുള്ള പോലത്തെ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് നമുക്ക് ബബിൾസ് വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിളാണ്. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ചുളിഞ്ഞു പോകും. നമുക്ക് വലിയ പീസൊന്നും എടുത്ത് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതാകുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. അതുകൊണ്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം, ഇതിൻ്റെ നല്ല മറ്റേ അഡ്ഹസീവ് ആണെങ്കിലും മെയിനായിട്ട് നല്ലോണം ക്ലീനാക്കി ഡേർട്ടും ഓയിലും വെള്ളവും ഒന്നും ഇല്ലാതെ വേണം ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സൈഡ് ഒരു വിധം റെഡിയാക്കി എടുത്തു. അപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് കൂടി. ഞാൻ വിചാരിച്ചു അടുത്ത സൈഡും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന്. അങ്ങനെ അടുത്ത സൈഡും ക്ലീനാക്കി അവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അവിടെ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്ന സ്ഥലമല്ല, ഒരു ഷെൽഫും ട്രേ ഒക്കെ വെച്ച സൈഡായതുകൊണ്ട് തന്നെ ഡെയിലി അത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാറില്ല. മറ്റേ സൈഡാകുമ്പോൾ സിമ്പിളായിരുന്നു. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഡെയിലി ആ സൈഡ് ക്ലീൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ സൈഡ് ക്ലീൻ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്.
അങ്ങനെ ആ സൈഡിൻ്റെ ലേ ഔട്ടും വരച്ചെടുത്തു, മെഷർമെൻറ്റൊക്കെ ചെയ്ത് ആ സൈഡിലേക്കുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ റോളിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക, എന്നാലാണ് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ കട്ട് ചെയ്തത് കുറേയൊക്കെ സ്ലാൻഡിങ് ഒക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. വലിയ സ്കെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ചിട്ട് ഒപ്പിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പക്ഷെ ഞാൻ ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ പീസസൊക്കെ ആക്കിയിട്ട് അവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വൃത്തികേട് തോന്നാത്ത വിധം ഞാൻ ഒരുവിധം എല്ലാ സൈഡും സെറ്റാക്കിയെടുത്തു. അങ്ങനെ എല്ലാ സൈഡും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ റോളിൽ നിന്ന് ബാക്കി വന്നത് ഇത്രയാണ്. ഇനി എല്ലാ സൈഡും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എല്ലാം തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഷെൽഫുകളൊക്കെ അവിടെ തന്നെ തിരിച്ച് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയ ചെറിയ കുറച്ച് പുതിയ ഐറ്റംസും ആഡ് ചെയ്യുന്നുണ്ട്. ചില ഐറ്റംസിൻ്റെ ഒക്കെ സ്പേസും ഞാൻ ചേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്മോൾ ചേഞ്ചസ് ഒക്കെ ആക്കുന്നത് ഇഷ്ടമാണ്. കാരണം സാധനങ്ങളൊക്കെ ഒരേപോലെ കുറേ കാലം സ്റ്റേ ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കും. ബട്ട് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കലുണ്ട്. പിന്നെ എപ്പോഴും പുതിയ ഐറ്റംസ് വാങ്ങണമെന്നില്ല, ഉള്ള ഐറ്റംസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വെക്കും, അല്ലെങ്കിൽ കൂടുതൽ പ്ലാൻസ് ആഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ തെമൂന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും വന്നിട്ട് കുറച്ച് ഡേയ്സായി. ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ്. കുറേ കാലമായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരു ഐറ്റമാണിത്, ഗ്ലാസ് കുക്ക് വെയർ. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കുക്ക് വെയർ ഉണ്ട്, അതിൻ്റെ ഹാൻഡിൽ പൊട്ടിപ്പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇതന്നെ വാങ്ങിക്കളയാമെന്ന് വിചാരിച്ചു. ഇതും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കുക്ക് വെയറും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഷെൽഫാണ് കിച്ചണിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി വലുതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ചെറുതായതുകൊണ്ട് ഞാൻ ആദ്യം റിട്ടേൺ അടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എൻ്റെ ചെറിയ കൗണ്ടർ ടോപ്പിന് ഇത് തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ റിട്ടേൺ അടിച്ചിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ കുക്ക് വെയർ. ഈ സൈസിലുള്ള ഇത്ര ഡെപ്തുള്ള കുക്ക് വെയർ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് വാങ്ങി. രണ്ടും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പ്രശ്നം ഞാൻ കണ്ടത്, ഇതിൻ്റെ ലിഡൊന്നും നല്ലോണം ഫിക്സ് ആയിട്ട് നിൽക്കുന്നില്ല, ഭയങ്കര ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വാങ്ങിയ ഷെൽഫും കൂടെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ്. സ്ക്രൂവും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് വന്നു മോന്. അപ്പം ഞാനും ഓനതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂപ്പർക്ക് ബോറടിച്ചു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിയണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പെട്ടെന്ന് തീരണം, കുറേ നേരം നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്ത് അവനെ അങ്ങ് വിട്ടു. അങ്ങനെ ഈ ചെറിയൊരു ഷെൽഫും കൂടെ ഞാൻ എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു ട്രേ തന്നെയായിരുന്നു ഉണ്ടായത്. അത്രയേ ഉള്ളൂ ഏകദേശം ഇതിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ. പിന്നെ 2 ടയർ ഉണ്ട് എന്നുള്ള ഒരു ഉപകാരമുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് എപ്പോഴും എടുക്കുന്ന കുറച്ച് ഐറ്റംസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കിച്ചണിൽ കുറച്ചുകൂടെ ഒന്ന് ലൈവ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്ലാന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലാന്റ്സ് ഉണ്ടാകുമ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പേസ് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ എയർ പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യും. ഒരു കോസി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയ പ്ലാന്റ് മതി ഒരു സ്പേസിന് വൈബ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കോർണറിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള പ്ലേറ്റിൻ്റെ ഷെൽഫ് ഞാൻ അവിടെ തന്നെ വെക്കുകയാണ്. Is that work? Maybe. I'm not saying that. It can be a sticker.
Not tattoo. This is cinematic. Yeah. I cannot see that reading, but I said the right answer because I know about. There's a different about cinematic and video. Difference between. Yeah, between. Okay. What is the difference? There is a pause button on the video. Okay. For cinematic, it is not there. No. Okay, good. ഈ ഷെൽഫിൻ്റെ സൈഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പല സൈഡിലും വെച്ച് നോക്കിട്ടോ, പക്ഷെ എവിടെയും അത്ര ആപ്റ്റ് ആവാത്ത പോലെ തോന്നിയപ്പം ഞാൻ ഈ സൈഡിലേക്ക് തന്നെ മാറ്റി. അങ്ങനെ 2 days ഈ ഷെൽഫ് വേറെ സൈഡിലായിരുന്നു ഉണ്ടായത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വെച്ചതാണ്. ഈ ഷെൽഫിന് ഇവിടെ തന്നെയാണെന്ന് ആപ്റ്റെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയത് തിരിച്ചിട്ടാണ് വെച്ചത്. ബൗൾസ് വെക്കുന്ന പാർട്ട് ഈ സാധാരണ ഈ സൈഡിലായിരുന്നു ഉണ്ടായത്. അത് ഞാൻ കുറച്ച് തിരിച്ചു വെച്ചു. അതുകൊണ്ട് അവിടെ വേറെ സാധനങ്ങളൊക്കെ വെക്കാൻ ചെറിയൊരു സ്പേസ് ഇട്ട്. പിന്നെ ഷുഗറും ടീയും ഒക്കെ വെക്കുന്ന ട്രേ ഞാൻ അവിടെ തന്നെ വെക്കാണ്. അതിൻ്റെ കൂടെ ഓയിലും ആഡ് ചെയ്തു. പണ്ട് ഞാൻ ഓയിലിന് വേറെ തന്നെ സെപ്പറേറ്റ് ട്രേയാണ് വെച്ചത്. ഇപ്പം എല്ലാം കൂടെ ഒരു ട്രേയിലേക്ക് മാറ്റി. ഇതും എനിക്ക് നല്ല റേറ്റിന് ഡേ ടു ഡേന്ന് കിട്ടിയ ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്. 20 ദിറത്തിനാണ് എനിക്ക് സെറ്റ് മൊത്തമായിട്ട് കിട്ടിയത്. ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സും ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്ന ഐറ്റമായിരുന്നു. പിന്നെ ഓരോ പ്രാവശ്യം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നീണ്ടു പോകും. ഇത് പിന്നെ ഇങ്ങനെ സെറ്റായിട്ട് കണ്ടപ്പം നല്ല ഇഷ്ടം തോന്നി. അങ്ങനെ വാങ്ങി വെച്ചതായിരുന്നു. കുറേ ആയി വാങ്ങി വെച്ചിട്ട്. പിന്നെ ഇതിൽ എന്താ ഇട്ട് വെക്കാമെന്ന് ആലോചിച്ചിട്ട് കുറേ കാലം ഇങ്ങനെ നീണ്ടുപോയതാണ്. കാരണം കുറേ ഐറ്റംസ് ഉണ്ടല്ലോ വെക്കാൻ. ആകെ 3 കണ്ടെയ്നേഴ്സ് ഉള്ളൂ. അപ്പോൾ അതിലെന്താ ഇട്ട് വെക്കാമെന്ന് ആലോചിച്ചിട്ട് കുറേ ഡേയ്സ് ഇങ്ങനെ നീണ്ടുപോയി. ഞാൻ പിന്നെയും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനും ഭംഗിയാണ്, ഒരു റിഫ്രഷ്മെൻറ്റ് ഫീലും ആണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പ്ലാന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നലെ ചെയ്തപ്പോൾ തന്നെ ഫുൾ വ്യൂ കാണിക്കാണ്ടെന്നത് ഓൾറെഡി ബോട്ടിലൊക്കെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഫില്ല് ചെയ്തിട്ട് മൊത്തത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധ ടയേർഡായി, സമയവും കുറേ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ടൈം അങ്ങ് പോയി. അപ്പോൾ പിന്നെ ബാക്കി ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുതിയ ഗ്ലാസ് കണ്ടെയ്നറിൽ ചായ ഉണ്ടാക്കി ഫസ്റ്റ് ടൈമായിട്ട്. മോന് സ്കൂളിലും പോയി, ഹസ്ബൻഡ് വർക്കിനും പോയി. അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാമായിട്ടിരുന്ന് ചായയൊക്കെ കുടിക്കുന്ന ടൈമാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ബോട്ടിലൊക്കെ ഒന്ന് റീഫിൽ ചെയ്തിട്ട് വെക്കാം, എന്നിട്ട് ഫുൾ വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ 3 ബോട്ടിൽസിലായിട്ട് ചെറുപയറും പരിപ്പും പിന്നെ ആൽമണ്ട്സും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുപയറും പരിപ്പും നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. ആൽമണ്ട്സും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇത് കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുന്ന ഐറ്റം ആയതുകൊണ്ട് വെറുതെ സ്പേസ് കളയണ്ടല്ലോ, എപ്പോഴും ആവശ്യം വരുന്ന സാധനങ്ങൾ വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ ആലോചിച്ചിട്ടിരുന്നത്. നട്ട്സ് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ വലിയ ബോട്ടിലിൽ വെക്കാനുള്ള നട്ട്സൊന്നും നമ്മൾ എപ്പോഴും വാങ്ങി വെക്കാറില്ല. കുറച്ച് നട്ട്സ് വാങ്ങി വെക്കാറാണ് പതിവ്. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ചെറുപയർ വെക്കാമെന്ന് വിചാരിച്ചത്. ചെറുപയറും പരിപ്പും വെച്ചു. എന്നിട്ട് മറ്റേൽ ആൽമണ്ട്സ് എപ്പോഴും എടുക്കുന്നതായതുകൊണ്ട് ആൽമണ്ട്സും വെച്ചു. ഒരു empty കോഫി ബോട്ടിലും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലും കൂടെ ഒരു പ്ലാന്റ് ആഡ് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇത്ര ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുള്ളൂ. മൊത്തം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഡേ ബൈ ഡേ വേറെയും കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തും. ചിലപ്പോൾ ഓരോ സാധനത്തിൻ്റെ പൊസിഷനൊക്കെ മാറ്റുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു ബിഫോർ മേക്ക് ഓവർ ലുക്ക്. ഇതാണ് ആഫ്റ്റർ മേക്ക് ഓവർ. കുറച്ച് ബ്രൈറ്റർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ചേഞ്ചസ് ഒക്കെ ഹോമിൽ വരുത്തുന്നത് എസ്തെറ്റിക് ആവാൻ വേണ്ടി മാത്രമല്ല, അത് നമ്മളെ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാനും എവറി ഡേ ടാസ്ക് ഈസിയറായി ഫീലാക്കാനും പിന്നെ ഒരു റിന്യൂവൽ സെൻസ് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. ബിഗ് ബഡ്ജറ്റ് ഒന്നും ആണോന്നില്ല, ജസ്റ്റ് സ്മോൾ സ്റ്റെപ്സ് മതി സ്പേസ് ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് കിച്ചണ് കുറച്ച് ബ്രൈറ്ററും ഫ്രഷറും പിന്നെ ഓർഗനൈസ്ഡ് ആയ പോലെയും തോന്നുന്നുണ്ട്. ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ട് വോള് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത തോട്ട് പോയത്. പക്ഷേ എന്തായാലും ഇപ്രാവശ്യമില്ല, മേ ബി നെക്സ്റ്റ് ടൈം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നിങ്ങൾ ഹോമിൽ എന്തെങ്കിലുമൊക്കെ റിഫ്രഷ്മെൻറ്റ് വരുത്തണമെന്ന് എപ്പോഴും ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റാർട്ട് സ്മോൾ, ഇറ്റ് റിയലി ആഡ്സ് അപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഹോം മേക്കിംഗ് ഐഡിയാസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്തും കൊടുക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.